ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും അത് വാഷ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മത്തി അത്ര നല്ല ഫ്രഷ് മത്തിയൊന്നും അല്ല കേട്ടോ കിട്ടിയത്. അപ്പോൾ നാട്ടിലെ പോലെ ഫ്രഷ് മീൻ കിട്ടാൻ കുറച്ച് പാടാണ് ഇവിടെ. പിന്നെ അതുതന്നെ ഫ്രഷ് അല്ലാത്തതുകൊണ്ട് തന്നെ തൊലിയൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഞാനിത് രണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലി ആ ചെതുമ്പലൊക്കെ ഒന്ന് കളഞ്ഞു മാറ്റാം. അപ്പോൾ ഇത് മീൻ വെള്ളത്തിൽ ഇടാത്തത് കൊണ്ട് തന്നെ ആ ചെതുമ്പലൊക്കെ കളയാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയി. അപ്പോൾ മീൻ വാങ്ങിയ ഉടനെ അത് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെതുമ്പലൊക്കെ കുറച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഫ്രഷ് അല്ലാത്തതുകൊണ്ട് തന്നെ പതിയെ വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചെതുമ്പൽ പോകാൻ വേണ്ടി പൈപ്പിൽ വെള്ളത്തിൽ കുറച്ച് കാട്ടിയിട്ട് അപ്പോൾ പെട്ടെന്നത് പോയി കിട്ടി. കത്രികയുടെ ഈ ഭാഗം വെച്ച് ചെതുമ്പൽ കളയുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ. പക്ഷേ പതിയെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് തൊലിയൊക്കെ മുറിഞ്ഞു പോകും. അപ്പോൾ ചെതുമ്പലൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് വാലും അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ചിറകും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വയറിൽ നിന്ന് മുകളിലോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് തലയുടെ കുറച്ച് ഭാഗം ഞാൻ എടുക്കുന്നുണ്ട്. കണ്ണും പിന്നെ അതിൻ്റെ വായുള്ള ഭാഗവും ഒഴിവാക്കിയിട്ട് ബാക്കി തലയുടെ കുറച്ച് ഭാഗം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. തലയിലുള്ള വേസ്റ്റും അതുപോലെ തന്നെ വയറിനുള്ളിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി അടുത്തൊരെണ്ണം ഈ രീതിയിൽ തന്നെ അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് തൊലിയും വാലും ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം വയറിൻ്റെ ഭാഗത്തോടുകൂടി തല മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ തല മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന മീനൊക്കെ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. തലഭാഗം ഞാൻ എടുക്കുന്നില്ല, തല മൊത്തം ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ പഴയ ഒരു കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പോൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് മുമ്പൊക്കെ വീട്ടിൽ അമ്മമ്മയായിരുന്നു കേട്ടോ മീനൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വീട്ടിനകത്തു നിന്നല്ല, പുറത്ത് പലയൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാറ്. അപ്പോൾ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും പോവും പലയൊക്കെ എടുത്തിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ മീൻ കട്ട് ചെയ്യുന്നത് കാണാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളയാൻ സഹായിക്കും. അല്ലെങ്കിൽ മറ്റേനൊക്കെ ആണെങ്കിൽ ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ മത്തിയൊക്കെ ആണെങ്കിൽ ചില സീസണിൽ മത്തി മുട്ട ഉണ്ടാകുന്ന സീസൺ ഉണ്ടല്ലോ. അപ്പോൾ ആ ടൈമിൽ പിന്നെ ഇതിൻ്റെ മത്തിയുടെ മുട്ടയൊക്കെ പിന്നെ കൂവയുടെ ഇലയുണ്ടല്ലോ അതിൽ പൊതിഞ്ഞിട്ട് കെട്ടിയിട്ട് പിന്നെ അടുപ്പിൽ കനലിൽ വെച്ച് ചുട്ട് തിന്നും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഈ മുട്ടയെ നമ്മൾ അണാറെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുട്ട രണ്ട് തരത്തിലുണ്ട് കേട്ടോ, ആൺമുട്ടയും പെൺമുട്ടയും. അപ്പോൾ ഈ പെൺമുട്ടയാണ് ആ തരിതരിയുള്ള അതിൻ്റെ പെൺമുട്ട എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഫിഷ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ മത്തി എന്ന് പറയുന്നത് വലിയ ടേസ്റ്റൊന്നുമില്ല മത്തിയല്ല കേട്ടോ. കാണുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉള്ള പോലെ തോന്നും, പക്ഷേ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത മത്തിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല ഇവിടുത്തെ മത്തി. അതുപോലെ തന്നെ ചെറിയ മത്തിയുണ്ട്, അത് പിന്നെയും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ വലിയ ടൈപ്പ് മത്തി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. കറി വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഫ്രൈ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ടൈപ്പാണ് കേട്ടോ ഇവിടുത്തെ മത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മത്തിയെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ മത്തി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിയിട്ടത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമുക്കിത് വാഷ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഇത് വാഷ് ചെയ്യുന്നത്. അപ്പോൾ മീനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരക്കിയെടുക്കാം. അപ്പോൾ കല്ലുപ്പാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് പരക്കിയെടുത്തതിന് ശേഷം 2-3 തവണ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർ ചെറുനാരങ്ങയുടെ നീര് പിന്നെ മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് വാഷ് ചെയ്യാറ്. അങ്ങനെ ഞാൻ മീനെല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.